മുളന്തുരുത്തി കൃഷിഭവൻ പരിധിയിൽ പെരുമ്പള്ളി എന്ന സ്ഥലത്ത് ശ്രീ അഭിലാഷിൻ്റെ താമരത്തോട്ടത്തിലാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ശരിക്കും താമരത്തോട്ടം എന്ന് കേൾക്കുമ്പോൾ ഒത്തിരി താമര വിരിഞ്ഞു നിൽക്കുന്ന ആ ഒരു ഇതാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് താമരയുടെ നടീൽ വസ്തുക്കൾ, അതിൽ നിന്നുള്ള വരുമാനം എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് പ്രവൃത്തിയിൽ തെളിയിച്ച ഒരു ഫാർമറാണ് ശ്രീ അഭിലാഷ്. ബേസിക്കലി ഹോട്ടൽ മാനേജ്മെൻറ്റ് ആ ഒരു മേഖലയിൽ ആണ് പ്രവർത്തിക്കുന്നത്. അതിനോടൊപ്പം തന്നെ പ്രത്യേകിച്ച് ഈ കൊറോണ സമയത്തുള്ള ആ ഒരു സമയം പ്രയോജനപ്പെടുത്തി താമരയിൽ നിന്ന് എങ്ങനെ നമുക്ക് വരുമാനമുണ്ടാക്കാം, താമരയുടെ പ്രൊപ്പഗേഷനും കാര്യങ്ങളും സ്വന്തമായിട്ട് പരീക്ഷിച്ച് അതിൽ നിന്നും ഹൈബ്രിഡൈസേഷൻ ടെക്നിക്കൊക്കെ ഉപയോഗിച്ച് ഏകദേശം 200ഓളം വെറൈറ്റി അഭിലാഷ് അദ്ദേഹത്തിൻ്റെ തോട്ടത്തിൽ ചെയ്യുന്നുണ്ട്. ശരിക്കും നമ്മുടെ ചെറുപ്പക്കാർക്കൊക്കെ ഈ ഒരു മേഖല തിരഞ്ഞെടുക്കാനും അതിൻ്റെ സാധ്യതകളെല്ലാം സ്വന്തമായിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ് ലൂടെ തെളിയിച്ച ഒരു ഫാർമറാണ് അഭിലാഷ്. താമരയിലേക്ക് വരാൻ കാരണം താമര വീട്ടിലുണ്ടായിരുന്നു. ആദ്യമേ തന്നെ ആ ഒരു ബേസിലാണ് വളർത്തിയത്. അത് നമ്മുടെ നാടൻ താമരയായിരുന്നു. അത് കഴിഞ്ഞ് ഇതുപോലെ തന്നെ ഫേസ്ബുക്കിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും പല വെറൈറ്റി താമരകളൊക്കെ കണ്ട് എന്താ പറയുക, ഇതിന് വെയിൽ വേണം. ഇത് പ്ലാന്റ് ചെയ്യണത് എപ്പോഴും വെയിലത്തായിരിക്കണം. നല്ല വെയിൽ വേണം. അത് അങ്ങനെ പ്ലാന്റ് ചെയ്താലാണ് ഇത് വളർന്നു വരുള്ളൂ താമരകൾ. ഇതിനൊരു അസുഖമുണ്ട്, നമ്മുടെ മൊസൈക്ക് രോഗം പോലത്തെ ഒരു രോഗമുണ്ട്. അതിന് മാജിക് എന്ന് പറഞ്ഞ മരുന്നാണ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. വേറെ മരുന്നുകളും കാര്യങ്ങളൊന്നുമില്ല. താമരകളിൽ പുറത്തുനിന്ന് വന്ന വെറൈറ്റികളെല്ലാം പൂക്കൊന്നുമില്ല നമ്മുടെ ഇവിടെ പൂക്കുന്നത് ഏറ്റവും നല്ല വെറൈറ്റികൾ ട്രോപ്പിക്കൽ, സെമി ട്രോപ്പിക്കൽ വെറൈറ്റികളാണ്. അപ്പോൾ അതായത് നമ്മുടെ വീടുകളിൽ നമ്മുടെ റോസയൊക്കെ വളർത്തണ പോലെ, റോസ ഓർക്കിഡൊക്കെ വളർത്തണ പോലെ, പക്ഷേ അതിനേക്കാൾ കൂടുതൽ പൂക്കളും തരും. ഇവിടെയുള്ള വെറൈറ്റികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു 200-ന് അടുത്ത് വെറൈറ്റികളുണ്ട്. അത് എൻ്റെ ഹൈബ്രിഡുകൾ തന്നെയാണ്. പുറത്തുനിന്ന് ഒന്നല്ലാതെ എൻ്റെ മദർ പ്ലാന്റ്സും എൻ്റെ ഹൈബ്രിഡുകളാണ് ഇവിടെ ഏറ്റവും കൂടുതലുള്ളത്. ഇത് നമ്മുടെ വാട്ടർ ലില്ലിയാണ്. ഈ വാട്ടർ ലില്ലിയുടെ പോളിനേഷനാണ്. ഫസ്റ്റ് ഡേ ഫ്ലവർ എന്ന് പറഞ്ഞാൽ ഇതുപോലെ ലിക്വിഡ് ഉണ്ടാവും അതിനുള്ളിൽ തേൻ. ആ തേനിലേക്ക് ഈച്ചകളൊക്കെ വന്ന് വീണ് ഡെഡായി പോകും. അങ്ങനെയാണ് പോളിനേഷൻ സാധാരണ സംഭവിക്കാറുള്ളത് നാച്ചുറലായിട്ട്. പക്ഷേ നമ്മൾ ചെയ്യുമ്പോൾ സെക്കൻഡ് ഡേ ഫ്ലവർ ഇത് ഫീമെയിൽ ഫ്ലവർ ആവും. അതായത് ഇങ്ങനെയായിരിക്കും. ഇത് കൂമ്പി ഇതിൻ്റെ ഉള്ളിൽ പൂമ്പൊടികൾ വരും. ഇതിൽ മുഴുവനും പോളൻസ് ആയിരിക്കും. അപ്പോൾ മാനുവലായിട്ട് ചെയ്യുമ്പോൾ ഒന്നിലെ ബ്രഷൊക്കെ ഉപയോഗിച്ച് ചെയ്യണം. അപ്പോൾ ഞാൻ ചെയ്യണത് ഇതിൻ്റെ ഇതളകളൊക്കെ പറിച്ച് കളഞ്ഞിട്ട് ഇങ്ങനെ പോളൻസ് മാത്രം നമ്മളിങ്ങനെ എടുക്കും. എന്നിട്ട് ഇതിനകത്തേക്ക് നമ്മളിങ്ങനെ ചെയ്താണ് കൊടുക്കാറുള്ളത്. ചെയ്യാൻ ശ്രദ്ധിക്കാൻ നേരത്തെ ഈച്ചകളൊക്കെ കയറുന്നതിന് മുമ്പ് തന്നെ ചെയ്താൽ മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന വെറൈറ്റികൾ കിട്ടുള്ളൂ, അല്ലാതെ കിട്ടില്ല. ഇതിങ്ങനെ ചെയ്താൽ തന്നെ ഒരുപാട് സീഡുകളും കിട്ടുകയില്ല. അപ്പോൾ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ടാണല്ലോ ചെയ്യണേ. അപ്പോൾ നമ്മുടെ ഇതൊക്കെ പറ്റി ഇതിൻ്റെ കുറേ സാധനങ്ങളൊക്കെ പോകും. അപ്പോൾ ഇങ്ങനെ ചെയ്തതിന് ശേഷം ഇത് കവർ ചെയ്ത് വയ്ക്കുകയും വേണം, എങ്കിൽ മാത്രമാണ് നമുക്ക് കിട്ടുള്ളൂ. ഇങ്ങനെയാണ് ആർട്ടിഫിഷ്യലായിട്ട് പോളിനേഷൻ ചെയ്യണത്. ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ള ബൗൾ വെറൈറ്റികൾക്കാണ്. അതായത് ചെറിയ ചട്ടിയിൽ വരെ പൂക്കളുണ്ടാവുന്ന വെറൈറ്റികൾക്കാണ് ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ളത്. പിന്നെ എപ്പോഴും പൂക്കണ വെറൈറ്റി, അതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ആവശ്യപ്പെടുന്നത്. കാരണം ആൾക്കാർക്ക് ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പുറകെ നടക്കണം. ഇപ്പോൾ റോസയൊക്കെ ആണെങ്കിലും ക്രോപ്പ് ചെയ്യണം, അങ്ങനെയുള്ള പരിപാടികൾ. ഇപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോക്കുക വേണ്ട, പുഴു വന്നുണ്ടോയെന്ന് മാത്രം നോക്കിയാൽ മതി, വേറെ ഒരു പ്രശ്നമില്ല. പൂക്കൾ തന്നുകൊണ്ടേ ഇരിക്കും. അങ്ങനെ വെറൈറ്റികളാണ്. ഇത് നമ്മുടെ പുതിയ വെറൈറ്റിയാണ് കേട്ടോ. അതായത് എൻ്റെ തന്നെ പുതിയ വെറൈറ്റിയാണ്. മൾട്ടി പെറ്റലായിട്ടുള്ള ബൗൾ വെറൈറ്റി താമരയാണ്. അതായത് ഇത്രയും ചെറിയ ബൗൾ വെറൈറ്റി കുറവാണ് നമ്മുടെ ഇതിനകത്ത്. അതായത് നമ്മുടെ ചെറിയ ചട്ടിയിലൊക്കെ പൂക്കളുണ്ടാവണേ ഒരു വെറൈറ്റിയാണ്. ഇതാണ് ഇതിൻ്റെ കളറും കാര്യങ്ങളെല്ലാം. താമര വളർത്താർക്കറിയാം. മിറാക്കിൾ എന്ന് പറഞ്ഞൊരു വെറൈറ്റി ഉണ്ട്. അതിൻ്റെ ഒരു ചായയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിന്. പക്ഷേ ഇത് ബൗളാണ്, തീരെ ചെറുതാണ്. ഇതുണ്ട്, ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ പ്രത്യേകത ഇതൾ താഴ്ത്തൊന്നും പോകില്ല, ഇങ്ങനെ നിൽക്കും, ഉണങ്ങി നിൽക്കും. ആ സഹ്യാദ്രി എന്ന് പറഞ്ഞ വെറൈറ്റി കിട്ടിയത് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡാണ് കിട്ടിയത്. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ചെറിയതിൽ വരെ പൂക്കണ വെറൈറ്റി അത് ഇല്ല, ലോകത്തിൽ തന്നെ ഇല്ല.